ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു മെയിൻസ് പരീക്ഷയും ഡിഗ്രി മെയിൻസ് പരീക്ഷയും എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്ലസ് ടു ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ പ്രസക്ത ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ മാസം പ്ലസ് ടു മെയിൻസിന്റെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. അവർ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് പ്ലസ് ടു ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അതിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലസ് ടു ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി ആണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ മാനവ ഭൂമിശാസ്ത്രം സ്വഭാവവും വ്യാപ്തിയും, അതായത് ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ്. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് 3 പേര് പറഞ്ഞ കോഡ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ആദ്യത്തേത് റെയ്റ്റ്സൽ പറഞ്ഞതാണ് മാനവ സമൂഹവും ഭൗമ പരിതലവും തമ്മിലുള്ള ബന്ധത്തിന്റെ സമന്വയ പഠനമാണ് മാനവ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആര്? റെയ്റ്റ്സൽ ആണ് പറഞ്ഞത്. മാനവ സമൂഹവും ഭൗമോപരിതലവും തമ്മിലുള്ള ബന്ധത്തിന്റെ സമന്വയ പഠനമാണ് മാനവ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? റെയ്റ്റ്സൽ. ഇനി എലൻ സി സെമ്പിൾ പറഞ്ഞതാണ് എല്ലാ സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനും സ്ഥിരതയില്ലാത്ത മനുഷ്യനും മാറി മാറി ഉണ്ടാകുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മാനവ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് എലൻ സി സെമ്പിൾ ആണ്. പോൾ വിഡൽ ഡേ ലാ ബ്ലേജ് പറഞ്ഞത് ഭൂമിയെ നിയന്ത്രിക്കുന്ന ഭൗതിക നിയമങ്ങളെക്കുറിച്ചും അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നുള്ള ആശയമാണ് മാനവ ഭൂമിശാസ്ത്രം. അപ്പൊ എല്ലാവരും ഹ്യൂമൻ ജോഗ്രഫിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. റെയ്റ്റ്സൽ, എലൻ സി സെമ്പിൾ, പോൾ വിഡൽ ഡി ലേ ബ്ലേജ്, ഇവർ 3 പേരും പറഞ്ഞ കോഴ്സുകൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് പോളിന്റെ രൂപത്തിൽ ഞാൻ തരാം. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാ നോട്ട്സും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തത് നേച്ചർ ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, മാനവ ഭൂമിശാസ്ത്രത്തിന്റെ സ്വഭാവം. ഭൗതിക പരിസ്ഥിതിയും സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? മാനവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ അതില് ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, ജലം, പ്രകൃതി, സസ്യജാലം, മൃഗങ്ങൾ തുടങ്ങിയവയാണ് ഭൗതിക പരിസ്ഥിതി. വീടുകൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, റോഡ്, റെയിൽ ശൃംഖല, വ്യവസായങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയവ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് കേരള PSC എക്സാംസിനും KS എക്സാംസിനും വേണ്ടിയുള്ള കോംബോ ഓഫറാണ്. 6 മാസത്തെ, 12 മാസത്തെ, 24 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ കോംബോ ഓഫറായിട്ട് നല്ല ഒരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൂടാതെ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി തുടങ്ങിയ സമയം മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. KS എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ SCRT മാത്രം ഫോക്കസ് ചെയ്ത് 120 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെവ്കോ LD എക്സാം ഫ്രീ ആയിട്ട് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വീടുകൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, റോഡ് റെയിൽ ശൃംഖല, വ്യവസായങ്ങൾ, തുറമുഖങ്ങളൊക്കെ എന്താണ്? സാംസ്കാരിക പരിസ്ഥിതിയിലാണ് വരുന്നത്. അല്ലാതെ പ്രകൃതിയിലുള്ള കാര്യങ്ങളെല്ലാം ഏതിലാണ് ഉൾപ്പെടുന്നത്? ഭൗതിക പരിസ്ഥിതിയിലാണ് ഉൾപ്പെടുന്നത്. ഭൂപ്രകൃതി ആയാലും മണ്ണായാലും കാലാവസ്ഥ, ജലം, പ്രകൃതി മുതലായവ. ഓക്കെ, അടുത്ത പോയിന്റ് മനുഷ്യന്റെ പ്രകൃതിവൽക്കരണവും പ്രകൃതിയുടെ മാനവവൽക്കരണവും, അതായത് നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ. മനുഷ്യൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഭൗതിക ചുറ്റുപാടുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. പ്രകൃതി നിയമങ്ങളെ നന്നായി മനസ്സിലാക്കി പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ വികസിപ്പിക്കുന്നു.
മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് എൻവിയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കാം, എൻവിയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര പ്രവർത്തനം. ഇവിടെ മനുഷ്യൻ വിഭവങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നേരിട്ട് ഉപയോഗിക്കുന്നു. ഇനി എന്താണ് പോസിബിലിസം? പോസിബിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടേംസ് ഒക്കെ ചോദിക്കാം കേട്ടോ. പോസിബിലിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി അവസരം നൽകുന്നു, മനുഷ്യനത് ഉപയോഗപ്പെടുത്തുന്നു, അതിന്റെ ഫലമായി പ്രകൃതി മാനവവൽക്കരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോസിബിലിസം. ഈ ടേം ഒക്കെ നമുക്ക് പുതിയ ടേംസ് ആണ്, അതുകൊണ്ട് 1-2 പ്രാവശ്യം കേട്ട് നോട്ട് എഴുതി പഠിക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഒന്ന് ചെയ്യാം. അപ്പൊ പ്രകൃതി അവസരം നൽകുന്നു, മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്തുന്നു, അതിന്റെ ഫലമായി പ്രകൃതി മാനവവൽക്കരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോസിബിലിസം എന്ന് പറയുന്നത്. ഇനി നിയോ ഡിറ്റർമിനിസവും ഓർ സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം. ഇപ്പൊ നിയോ ഡിറ്റർമിനിസം അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവിയോൺമെന്റൽ ഡിറ്റർമിനിസവും പോസിബിലിസവും ഇടയിലുള്ള ഒരു മധ്യമ മാർഗമാണ് നിയോ ഡിറ്റർമിനിസം അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. എൻവിയോൺമെന്റൽ ഡിറ്റർമിനിസവും പോസിബിലിസവും തമ്മിലുള്ള ഒരു മധ്യമ മാർഗം. ഗ്രിഫിത്ത് ടെയ്ലർ ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഓർത്തിരിക്കുക, നിയോ ഡിറ്റർമിനിസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗ്രിഫിത്ത് ടെയ്ലർ ആണെന്ന് ഓർക്കുക. പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള വികസന പദ്ധതികളാണ് ഈ ആശയം ഊന്നൽ നൽകുന്നത്. ഗ്രിഫിത്ത് ടെയ്ലർ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും ഈ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഏതാന്ന് മനസ്സിലായല്ലോ? ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. രണ്ടാമത്തെ ചാപ്റ്റർ ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ്. അതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ ജനസാന്ദ്രതയെ പറ്റി കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏത്? ബീഹാർ. അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം തന്ന് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്ലാസ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പൊ എന്താണ് ജനസാന്ദ്രത എന്ന് നോക്കാം. ഒരു പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ എണ്ണവും ആ സ്ഥലത്തിന്റെ വിസ്തീർണവും തമ്മിലുള്ള അനുപാതമാണ് ജനസാന്ദ്രത. ഒരു ചതുരശ്ര പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഒരു ചതുരശ്ര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് എന്ത്? ജനസാന്ദ്രത. അപ്പൊ ജനസാന്ദ്രത എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജനസംഖ്യ ബൈ ഭൂമിയുടെ വിസ്തീർണം. ജനസംഖ്യ ബൈ ഭൂമിയുടെ വിസ്തീർണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്തിന്റെ വിസ്തീർണം 100 സ്ക്വയർ കിലോമീറ്റർ, അവിടുത്തെ ജനസംഖ്യ 1,50,000 ആണ് എന്ന് കരുതുക. എങ്കിൽ ജനസാന്ദ്രത എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ 1,50,000 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ പെർ സ്ക്വയർ കിലോമീറ്ററിൽ 1500 ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതാണ് അതിന്റെ എന്ത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നത് ഏത് എന്ന് ചോദിക്കാം. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. അതിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ പോയിന്റ് ജലലഭ്യത, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശുദ്ധജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. കുടിക്കുന്നതിനും കുളിക്കുന്നതിനും കൃഷിക്കും കന്നുകാലികൾക്കും വ്യവസായങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ഓക്കെ, അതാണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ. രണ്ടാമത്തേത് ഭൂപ്രകൃതിയാണ്, ലാൻഡ് ഫോംസ്. സമതലങ്ങളിലും നേരിയ ചരിവുള്ള പ്രദേശങ്ങളിൽ ജനം വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണം ഗംഗാ സമതലത്തിൽ ജനവാസം കൂടുതലും ഹിമാലയത്തിൽ എന്താണ്? കുറവുമാണ്. അപ്പൊ സമതലങ്ങൾ, പ്ലെയിൻസിലാണ് ആൾക്കാർ കൂടുതലും വസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇഷ്ടപ്പെടുന്നത്. അടുത്തത് കാലാവസ്ഥയാണ്. കഠിനമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ജനം വസിക്കാൻ ഇഷ്ടപ്പെടാറില്ല. മെഡിറ്ററേനിയൻ കാലാവസ്ഥ സുഖകരമായതുകൊണ്ട് ജനങ്ങൾ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് മണ്ണാണ്. ഫലപുഷ്ടിയുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്, അതുകൊണ്ട് ജനങ്ങൾ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത്രയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സാമ്പത്തിക ഘടകങ്ങളാണ്, എക്കണോമിക് ഫാക്ടേഴ്സ്. അതിൽ ഉൾപ്പെടുന്നത് ധാതുക്കൾ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മിനറൽസ്, നഗരവൽക്കരണം അർബനൈസേഷൻ,
വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ മിനറൽസിൽ എന്താണ്? ധാതുക്കൾ വ്യവസായങ്ങളെ ആകർഷിക്കുന്നു, ഇത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണം ആഫ്രിക്കയിലെ കാട്ടാങ്ക സാംബിയ ചെമ്പ് ഖനി മേഖല. ഇതൊന്ന് ഓർത്തിരിക്കുക. കാട്ടാങ്ക സാബിയ ചെമ്പ് ഖനി മേഖല എവിടെയാണ്? ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയിലാണെന്ന് ഓർക്കുക. നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ. നഗരങ്ങളിൽ തൊഴിലവസരങ്ങൾ കൂടുതലാണ്, വിദ്യാഭ്യാസ, ഗതാഗത, വാർത്താവിനിമയ സൗകര്യങ്ങൾ കൂടുതലാണ്. വ്യവസായവൽക്കരണം അഥവാ ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായ മേഖല ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ഇത് ജനങ്ങളെ ആകർഷിക്കുന്നു. ഉദാഹരണം ജപ്പാനിലെ കോബൊസാക്ക നഗരം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളാണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. മതപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നു. രാഷ്ട്രീയ അസ്വസ്ഥതകൾ, കലാപങ്ങൾ തുടങ്ങിയവ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു. ഓക്കെ. അപ്പോ ഉദാഹരണം ഇപ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ തന്നെ എടുക്കാം അല്ലേ? ഉക്രൈനില് റഷ്യ നടത്തുന്ന ആക്രമണം. ഓക്കെ, അത് രാഷ്ട്രീയ അസ്വസ്ഥതകൾ, കലാപങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ അത് കാരണം അവിടെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ജനസാന്ദ്രതയെ എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്തത് ജനസംഖ്യാശാസ്ത്രപരമായ പരിവർത്തനം, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ജനസംഖ്യാശാസ്ത്രപരമായ പരിവർത്തന സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ ഭാവിയിലെ ജനസംഖ്യ പ്രവചിക്കാൻ സാധിക്കും. ഈ സിദ്ധാന്ത പ്രകാരം ഒരു മേഖല ഉയർന്ന ജനനം, ഉയർന്ന മരണം എന്നിവയിൽ നിന്ന് കുറഞ്ഞ ജനനം, കുറഞ്ഞ മരണം എന്നിവയിലേക്കും, കാർഷിക, ഗ്രാമീണ, നിരക്ഷര സമൂഹത്തിൽ നിന്ന് നഗര സാക്ഷര സമൂഹമായി പരിവർത്തനം സംഭവിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡെമോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യാശാസ്ത്രപരമായ പരിവർത്തന സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ ഭാവിയിലെ ജനസംഖ്യ എന്ത് ചെയ്യാൻ പറ്റും? പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡെമോഗ്രഫിക് സൈക്കിൾ പറയുമ്പോൾ 3 ഘട്ടങ്ങളാണുള്ളത്. ഘട്ടം 1, ഘട്ടം 2, ഘട്ടം 3. ഘട്ടം 1 സ്റ്റേജ് 1 ഉയർന്ന ജനനനിരക്ക്, ഉയർന്ന മരണനിരക്കും അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്താണ്? ഉയർന്ന ജനനനിരക്കും ഉയർന്ന മരണനിരക്കും അനുഭവപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ വളർച്ച മന്ദഗതിയിലായിരുന്നു. ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു. ആയുർദൈർഘ്യം കുറവും നിരക്ഷരവുമായിരുന്നു. സാങ്കേതിക വിദ്യ വളരെ കുറവായിരുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിന്റെ ആദ്യത്തിൽ ജനനനിരക്ക് കൂടുതലായിരുന്നു. കാലക്രമേണ ജനനനിരക്ക് കുറഞ്ഞു വന്നു. മരണനിരക്ക് കുറവായിരുന്നു. കാരണം ആരോഗ്യരംഗം, ശുചിത്വം എന്നിവയിലെ പുരോഗതിയാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനനനിരക്കും മരണനിരക്കും കുറവാണ്. നഗരവൽക്കരണം, സാങ്കേതിക ജ്ഞാനം, വിദ്യാഭ്യാസ പുരോഗതി എന്നിവ കൈവരിക്കുകയും കുടുംബത്തിന്റെ വലിപ്പം കുറയ്ക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഡെമോഗ്രഫിക് സൈക്കിളിൽ വരുന്ന 3 ഘട്ടങ്ങളാണെന്ന് ഓർക്കുക. ഇനി എന്താണ് ജനസംഖ്യാ ഘടന അഥവാ പോപ്പുലേഷൻ കോമ്പോസിഷൻ? അതിൽ ആദ്യം പഠിക്കാനുള്ളത് സെക്സ് കോമ്പോസിഷൻ ആണ്. സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ ലിംഗ അനുപാതം എന്ന് പറയും. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണത്തിലുള്ള അനുപാതം, റേഷ്യോയെയാണ് സ്ത്രീ പുരുഷ അനുപാതം അഥവാ ലിംഗ അനുപാതം എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് പുരുഷന്മാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ സ്ത്രീകളുടെ എണ്ണം ഇൻറ്റു 1000 ആണ്. അതായത് 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയില് കണക്കാക്കുന്നത് സ്ത്രീകളുടെ എണ്ണം ബൈ പുരുഷന്മാരുടെ എണ്ണം ഇൻറ്റു 1000. ഇന്ത്യയിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്? സ്ത്രീകളുടെ എണ്ണം ന്യൂമറേറ്ററിൽ എടുക്കുക, ഡിവൈഡഡ് ബൈ പുരുഷന്മാരുടെ എണ്ണം ഇൻറ്റു 1000 ആണ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. എവിടെ? ഇന്ത്യയില്. അപ്പൊ ലോകത്തില് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 102 പുരുഷന്മാർക്ക് 100 സ്ത്രീകൾ എന്ന കണക്കാണ്. ലോകത്തില് ഓർക്കുക, ലോകത്തിലെ ശരാശരി സ്ത്രീ പുരുഷ അനുപാതം 102 പുരുഷന്മാർക്ക് 100 സ്ത്രീകൾ എന്നതാണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ അത് ലാത്വിയയാണ്. ലാത്വിയയാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള രാജ്യം. അവിടെ 85 പുരുഷന്മാർക്ക് 100 സ്ത്രീകളാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത് ഖത്തറാണ്. 311 പുരുഷന്മാർക്ക് അവിടെ 100 സ്ത്രീകളാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ വൻകര ഏതാണ്? ഏഷ്യ. അടുത്ത പോയിന്റ്, സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ. അപ്പോൾ ഈ രാജ്യങ്ങളുടെ പേരുകളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ചൈന, ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അടുത്ത പോയിന്റ്, സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
ചൈന, ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പുരുഷന്മാർ കുറഞ്ഞ വൻകര ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പ് ആണെന്ന് ഓർക്കുക. പുരുഷന്മാർ കുറഞ്ഞ വൻകര ഏതാണ്? യൂറോപ്പ്. അടുത്തത് ഏജ് സ്ട്രക്ചർ അഥവാ പ്രായഘടന. ഇത് നമ്മുടെ SCRT-യിലുള്ള പോയിന്റ് ആണ്. 15 മുതൽ 59 ഇടയിൽ പ്രായമുള്ളവരാണ് തൊഴിൽ ചെയ്യുന്ന വിഭാഗം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് വയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ നിരക്ക് കൂടുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു. യുവജനങ്ങളുടെ ഉയർന്ന നിരക്ക് സൂചിപ്പിക്കുന്നത് ഉയർന്ന ജനന നിരക്കാണ്. അടുത്തത് പ്രായലിംഗ സ്തൂപിക അഥവാ ഏജ് സെക്സ് പിരമിഡ്. വിവിധ പ്രായ ഗ്രൂപ്പുകളിൽപ്പെട്ട സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണമാണ് ഇത് കാണിക്കുന്നത്. പ്രായലിംഗ സ്തൂപികയുടെ ആകൃതി അവിടുത്തെ ജനസംഖ്യയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. പ്രായലിംഗ സ്തൂപികയുടെ ഇടതുഭാഗത്ത് പുരുഷന്മാരുടെ ശതമാനവും വലതുഭാഗത്ത് സ്ത്രീകളുടെ ശതമാനവും സൂചിപ്പിക്കുന്നു. ഈ പ്രായലിംഗ സ്തൂപിക എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ആദ്യത്തേത് വികസിക്കുന്ന ജനസംഖ്യ, സുസ്ഥിര ജനസംഖ്യ, കുറഞ്ഞു വരുന്ന ജനസംഖ്യ. വികസിക്കുന്ന ജനസംഖ്യ അഥവാ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ത്രികോണാകൃതിയായിരിക്കും. ചുവട് ഭാഗം വീതി കൂടിയിരിക്കും. പിരമിഡിന്റെ ഷേപ്പാണ്, ത്രികോണാകൃതിയായിരിക്കും. ചുവട് ഭാഗം വീതി കൂടിയിരിക്കും. ഇത് കാണിക്കുന്നത് യുവജനങ്ങളുടെ എണ്ണം കൂടുതലും ഉയർന്ന ജനനനിരക്കുമാണ്. ഉദാഹരണം നൈജീരിയ, ബംഗ്ലാദേശ്, മെക്സിക്കോ. ഇനി സുസ്ഥിര ജനസംഖ്യ കോൺസ്റ്റന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പള്ളിമണിയുടെ ആകൃതിയായിരിക്കും ഇതിനുണ്ടായിരിക്കുക. ജനനനിരക്കും മരണനിരക്കും തുല്യമായിരിക്കും. ഉദാഹരണം ഓസ്ട്രേലിയ. കുറഞ്ഞു വരുന്ന ജനസംഖ്യ ഡീക്ലൈനിങ് പോപ്പുലേഷൻ. ഇതിന് ചുവട് ഭാഗം ഇടുങ്ങിയതും മുകൾ ഭാഗം വീതി കുറഞ്ഞും വരുന്നു. ജനന മരണ നിരക്കുകൾ കുറവാണ്. ഉദാഹരണം എവിടത്തേതാണ്? ജപ്പാനിലെയാണ്. അപ്പൊ ഉദാഹരണം സഹിതം ഒന്ന് നോക്കി വെച്ചിരിക്കാം. വയോജന ജനസംഖ്യ അല്ലെങ്കിൽ വൃദ്ധ ജനസംഖ്യ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വികസിത രാജ്യങ്ങളിലും ആയുർദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് വയോജന ജനസംഖ്യയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇത് ഫോക്കസ് പോയിന്റ്സ് മാത്രമാണ്. ഫോക്കസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, അടുത്ത 4ാമത്തെ ചാപ്റ്റർ ആണ് മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്. വളർച്ചയും വികസനവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള മാറ്റമാണ് വളർച്ചയും വികസനവും എന്ന് പറയുന്നത്. വളർച്ച അളവിലുണ്ടാകുന്ന മാറ്റമാണ്. ഇത് നെഗറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പ്രതികൂലമോ പോസിറ്റീവ് അനുകൂലമോ ആയിരിക്കും. വികസനം ഗുണത്തിലുണ്ടാകുന്ന മാറ്റമാണ്. ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മാനവ വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഡോക്ടർ മെഹബൂബ് ഉൾ ഹക്കാണ്. അപ്പൊ മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ മെഹബൂബ് ഉൾ ഹക്കാണ്. ഇത് പ്രകാരം ജനങ്ങൾക്ക് അവസരങ്ങൾ കൂടുകയും ജീവിത നിലവാരം ഉയരുകയും ചെയ്യുന്നു. മാനവ വികസനത്തിന്റെ കേന്ദ്രം ജനങ്ങളാണ്. വിഭവലഭ്യത, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ് മാനവ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മാനവ വികസനത്തിന് പ്രധാനമായിട്ടും 4 തൂണുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? സമത്വം, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം. സമത്വം, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം. സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി, മതം, വർഗം, വരുമാനം തുടങ്ങിയവയ്ക്ക് അതീതമായി എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുക. ജാതി, മതം, വർഗം, വരുമാനം തുടങ്ങിയവയ്ക്ക് അതീതമായി എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുക. അതാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുസ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസനത്തിന് തുടർച്ചയുണ്ടായിരിക്കണം. വിഭവങ്ങളുടെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം ഭാവി തലമുറയ്ക്ക് വിഭവങ്ങൾ ലഭ്യമല്ലാതാകും. ഇനി പ്രൊഡക്ടിവിറ്റി അഥവാ ഉൽപാദനക്ഷമത. ഇത് തൊഴിൽ ഉൽപാദനക്ഷമതയാണ്. ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. ശാക്തീകരണം അഥവാ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ശക്തി നൽകുക എന്നതാണ് ശാക്തീകരണം എന്ന് പറയുന്നത്. ഇത് വരുന്നത് സ്വാതന്ത്ര്യം, കാര്യശേഷി എന്നിവയിലൂടെയാണ്. ശാക്തീകരണം വരുന്നത് സ്വാതന്ത്ര്യം, കാര്യശേഷി എന്നിവയിലൂടെയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫി വിഭാഗത്തിൽ നമ്മൾ ഇന്ന് നോക്കിയത്. തുടർന്നുള്ള ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.